കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കിഫ്ബി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ പുരോഗതിയും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്കകത്തും വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള പുരോഗതി 1957 വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഭൂപരിഷ്കരണമാണ് കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വന്ന ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളും ഇത്തരമൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട രൂപത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ സെക്യൂരിറ്റീസ്, ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കകത്തുള്ള വികസനം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഊന്നിക്കൊണ്ടാണ്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള പൊതുവികസനം എല്ലാം ഊന്നിക്കൊണ്ടാണ് പ്രവർത്തിച്ചത്. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതുമാത്രം പോരാ. നമുക്കറിയാം, ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തൊക്കെ വിദ്യാഭ്യാസം കിട്ടി പുറത്തു വന്ന കുട്ടികൾക്ക് തൊഴിലവസരം ഉണ്ടാകണം, രാജ്യത്തിൻ്റെ പൊതുവികസനത്തിന് ആവശ്യമായ രൂപത്തിൽ ഫണ്ടിൻ്റെ സ്വരൂപനം വേണം എന്നൊക്കെ കാഴ്ചപ്പാട് വരുമ്പോൾ ഈ പശ്ചാത്തല സൗകര്യത്തിൻ്റെ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, ഗവൺമെൻറ് മുമ്പിൽ നിൽക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് ഇന്ന് ഉയർന്നു വരികയാണ്. അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം എന്നത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ഞെരുക്കുന്ന നയമാണ്. ഇപ്പോൾ അത് കുറേ രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ പ്രതികാര ബുദ്ധിയോട് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ട്. ശരി, ഇത്തരം ഒരു പ്രയാസം, സ്വന്തമായിട്ട് ഫണ്ട് കണ്ടെത്താനുള്ള പ്രയാസത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കിഫ്ബിക്ക് രൂപം നൽകാൻ വേണ്ടി തീരുമാനമെടുത്തത്. അതിനാവശ്യമായ നിയമ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. കിഫ്ബിക്ക് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കേണ്ട ഏത് രൂപത്തിലാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കുകയുണ്ടായി. കിഫ്ബി രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയ്ക്കകത്ത് ഒരുപാട് ഫണ്ടുകൾ വിനിയോഗിച്ച് നമുക്കറിയാം. എല്ലാ മേഖലയ്ക്കകത്തും വിനിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ റോഡുകളുടെ വികസനം, കേരളത്തിലെ തോടുകളുടെ വികസനം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന്, ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന്, എല്ലാ മേഖലയ്ക്കകത്തും പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനാവശ്യമായ തോതിലേക്കുള്ള നിക്ഷേപം കണ്ടെത്തിക്കൊണ്ട് വിനിയോഗിക്കുന്ന അനുഭവം നമ്മുടെ കേരളത്തിലുണ്ട്. ഇതുവരെ 80,000 കോടിയിലപ്പുറം രൂപയുടെ പ്രൊജക്റ്റുകൾ കിഫ്ബി തയ്യാറാക്കിക്കൊണ്ട് അത് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം നമ്മൾ മുമ്പ് 60,000 കോടി രൂപയുടെ പൂർത്തീകരിച്ച വർക്കുകളും ഓൺഗോയിങ് വർക്കും ഉണ്ട്. നമുക്കറിയാം, തീരദേശ റോഡായാലും നാഷണൽ ഹൈവേ ആയാലും മലയോര റോഡായാലും നമ്മുടെ തോടുകളായാലും എല്ലാം കിഫ്ബിയുടെ കയ്യൊപ്പ് അതിൻ്റെ മുകളിൽ കാണാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ രൂപത്തിലേക്കുള്ള സംഭാവന നൽകിയിട്ടുള്ള കിഫ്ബിക്കെതിരായിക്കൊണ്ട് രാഷ്ട്രീയമായ ആക്രമണം നടക്കുന്ന ഒരവസരമാണിപ്പോൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബഡ്ജറ്റിൽ നിന്ന് പുറത്ത് ഫണ്ട് കണ്ടെത്തിക്കൊണ്ടാണ് ഈ വികസനമൊക്കെ നടത്തിയത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കിഫ്ബി വലിയ തോതിലേക്കുള്ള വികസനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ പൊന്നാനി നിയോജകമണ്ഡലം നോക്കുകയാണെങ്കിൽ 788.99 കോടി 788.99 കോടി രൂപയുടെ 20 പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത്. അത് പൂർത്തീകരിക്കപ്പെട്ട 7 പ്രവൃത്തികളുണ്ട്, ഓൺഗോയിങ് ആയിട്ടുള്ള 17 പ്രവൃത്തികളുണ്ട്, പ്രവൃത്തി ആരംഭിക്കുന്ന 2 പ്രവൃത്തികളുമുണ്ട്. അപ്പോൾ ഒരു മണ്ഡലത്തിനകത്ത് ഇത്രയധികം 788 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് അവിടുത്തെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ഫണ്ട് മുടക്കാൻ കിഫ്ബി തയ്യാറായി എന്നത് ഈ കേരളത്തിൻ്റെ പൊതുവികസനത്തിൽ എത്രത്തോളമാണ് കിഫ്ബി സംഭാവന നൽകുന്നത് ഇത് ഇന്ന് വ്യക്തമാകുന്നതാണ്. അതിനെ നെക്കിക്കൊള്ളുന്ന രൂപത്തിലേക്കാണ് കേന്ദ്ര സർക്കാരും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് കിഫ്ബി 25ാം വയസ്സ് പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്കറിയാം. കിഫ്ബിനെ എതിർക്കുന്ന ആൾക്കാർക്കും അവരുടെ അസംബ്ലി മണ്ഡലങ്ങൾക്കകത്ത് വലിയ തോതിലേക്കുള്ള കിഫ്ബിയുടെ ഫണ്ട് കിട്ടുന്ന അവസരത്തിൽ വലിയ രൂപത്തിലേക്കുള്ള അഭിനന്ദനം രേഖപ്പെടുത്തിയാണ്. ഓരോ മണ്ഡലത്തിലും കിഫ്ബിൻ്റെ ഇന്ന വർക്ക് വേണമെന്ന് അവരെന്നെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് കിഫ്ബിയെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇതൊരിക്കലും കേരളത്തിലെ ജനത അംഗീകരിക്കില്ല, കേരളം അംഗീകരിക്കില്ല. കേരളത്തിൻ്റെ വികസനത്തിന്, നമ്മുടെ വികസന കാഴ്ചപ്പാടിന്, വികസന സങ്കല്പത്തിന്, കേരളത്തിൻ്റെ പൊതുവികസനത്തിന് എതിരാണ് ഈ നടപടികൾ. അതിന് കേരളത്തിൻ്റെ മനസാക്ഷിയാകെ ഉയരേണ്ടിയിരിക്കുന്നു. കിഫ്ബിയുടെ ഈ 25ാം വാർഷികം നടക്കുന്ന അവസരത്തിൽ കിഫ്ബിയുടെ സംഘാടകർ, അത് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്, അതിന് രൂപം കൊടുത്തിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ കിഫ്ബിയുടെ സംഭാവന ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.